പറന്നു പോകുന്ന വാടക വീടുകൾ. പല രൂപത്തിലും പല നിറത്തിലുമുള്ള വാടക വീടുകൾ. പല രൂപത്തിലും പല നിറത്തിലുമുള്ള വാടക വീടുകൾ. പിച്ചവെച്ച ഒറ്റമുറികൾ, പഠിക്കാനിരുന്ന മരക്കസേര, മഷി വീണ ഇരുമ്പുമേശ, ഉറങ്ങിയിരുന്ന ഇരുമ്പുകട്ടിൽ, അമ്മയുടെ ഗന്ധം നിറഞ്ഞ അടുക്കള, പലചരക്കു കടയിലെ കുറിപ്പടികൾ തൂക്കിയിട്ട ഈർക്കിൽ കമ്പികൾ, വെള്ളത്തിന് കാത്തു നിൽക്കുന്ന പ്ലാസ്റ്റിക് കുടങ്ങൾ, വാടക തെറ്റിയതിൻ്റെ ശകാരങ്ങൾ, ഞാവൽപ്പഴങ്ങളുമായി വിരുന്നു വന്നിരുന്ന സഹപാഠികൾ, ഉച്ചവെയിലിൽ ഭാവി പറയാൻ വന്നിരുന്ന കൈനോട്ടക്കാരി, മീൻകാരന്റെ സൈക്കിൾ ബെല്ലുകൾ, ചുമരിൽ തൂങ്ങിയാടിയ മുരുകന്റെ ചിത്രം. മതിലിനപ്പുറത്തെ തീരാത്ത ഓർമ്മകളുമായി മറ്റൊരു വാടക വീട്ടിലേക്ക് ഞാൻ പറന്നു പോകും. മതിലിനപ്പുറത്തെ തീരാത്ത ഓർമ്മകളുമായി മറ്റൊരു വാടക വീട്ടിലേക്ക് ഞാൻ പറന്നു പോകും. നിങ്ങളുടെ പേര് എനിക്ക് അധികം കേൾക്കാത്തൊരു പേരാണ്. എനിക്കെന്തോ എല്ലാവരും നിന്ന് വ്യത്യസ്തമായി തോന്നും. ആരാണ് പേരിട്ടത്? എൻ്റെ പേര് എനിക്കിട്ടത് എൻ്റെ അച്ഛനാണ്. അച്ഛനും അറിയില്ല അത് എങ്ങനെയാ വന്നത്. അച്ഛൻ പഠിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ്. അപ്പൊ ഇങ്ങനെ ആ സ്ഥലത്ത് കനിമൊഴി, പാലക്കാട് തമിഴ്നാട് ബോർഡറൊക്കെ ആകുമ്പോഴത്തേനും കനിമൊഴി എന്നുള്ള പേര് ഭയങ്കര കോമൺ ആണ്. നമ്മള് ഇങ്ങോട്ട് വരുമ്പോഴാണ്, കേരളത്തിലോട്ട് വരുമ്പോഴാണ് കനിമൊഴി കുറച്ചൊരു കേൾക്കാത്ത പേരായിട്ട് വരുന്നത്. അതുകൊണ്ടാവും അങ്ങനെ ഇട്ടിട്ടുണ്ടാവുക. ഈ പുസ്തകത്തിന്റെ ശീർഷകം ഇടാനുള്ള കാരണം എന്താ? പറന്നു പോകുന്ന വാടക വീടുകൾ ഇടാനുള്ള കാരണം എന്താ? ഞാനിതിങ്ങനെ എഴുതിയപ്പോ ഇങ്ങനെ പറന്നു പോകുന്നത്, എന്റെ കവിതകൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കണം എന്നുള്ളതല്ല, എല്ലാവരുടെ അടുത്തും എത്തണം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയത്. അതേപോലെ അങ്ങനെ റാൻഡം ആയിട്ട് വന്നതാണ്, ഇതിടാം, ഈ പേരിടാം കവിതയ്ക്ക് എന്നുള്ള രീതിയിൽ. അല്ലാതെ എത്ര വീട്ടില് മാറി താമസിച്ചിട്ടുണ്ട്? ഞാന് യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നതിന് ശേഷം ഒരു 3-4 വീട് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇട്ടതാണ്. ഓരോ കത്തിയുടെയും മുഖം അതിന്റെ യജമാനന്റെ മനസ്സുപോലെ ആയിരിക്കും. ഈ വരികൾ നല്ല ഇഷ്ടപ്പെട്ടു. ആറാം ക്ലാസ് പഠിക്കുമ്പോഴല്ലേ ഇങ്ങനെ ചിന്തൊക്കെ ഈ വയസ്സിൽ തന്നെ വന്നൊടുങ്ങിയെന്ന് വെച്ചാ? ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എഴുതുന്നത്. അന്ന് എന്റെ കവിതകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പാറ്റ വന്നു പൂവിലിരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കവിതകളായിരുന്നു. കത്തി എഴുതാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണുന്നതെല്ലാം എന്റെ വിഷയമാണ്. അപ്പോ കത്തി ഇപ്പൊ നമ്മളെല്ലാരെയും വീട്ടിലുള്ളതാണ്, നമ്മളെല്ലാരും ദിവസേന കാണുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മളെ വീട്ടില് നമ്മുടെ അമ്മമാര് മീൻ മുറിക്കാനും കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് ഇതൊരാളെ കൊല്ലാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഉറപ്പായിട്ടും അയാൾ എന്താണോ വിചാരിക്കുന്നത് കത്തി അതേപോലെ പെരുമാറുള്ളൂ. അങ്ങനെയാണ് ഞാൻ കത്തി എഴുതിയത്. ഓരോ ആൾക്കും ഓരോ കത്തിയായിരിക്കില്ലേ? അതെ. കനി കൂടുതൽ സാമൂഹിക വിഷയങ്ങളും ഇരുട്ടേറിയമായ കവിതകളാണല്ലോ. എന്താണ് അങ്ങനെയുള്ള കവിതകൾ മാത്രം എഴുതാൻ കാരണം? ഞാൻ എഴുതാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതുമാണ് ഞാൻ എഴുതുന്ന മിക്ക കവിതകളുടെയും വിഷയം. അപ്പോ എനിക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എൻ്റെ കവിതകളിലൂടെ മാത്രമാണ്. അപ്പോ ഞാൻ എടുക്കുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ പെൺകാറ്റായിക്കോട്ടെ, നിർഭയ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതലും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്ന കവിതകളാണ്. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് എനിക്ക് എഴുതാനും താല്പര്യം. അപ്പോ അതായത് എത്ര കാലം കഴിഞ്ഞാലും പെൺകുട്ടികൾ അനുഭവിക്കുന്നതൊന്നും മാറുന്നില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നതെല്ലാം അങ്ങനത്തെ കവിതകളായി പോകുന്നതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കണം, പക്ഷെ എന്റെ വിഷയങ്ങൾ എത്തിച്ചേരുന്നത് അവസാനം സങ്കടത്തിലേക്ക് തന്നെയാണ്. മരണമോ സങ്കടമോ ആണ് എന്റെ അവസാനത്തേക്ക് ഈ സമാജത്തിൽ ഒരു സന്തോഷമില്ല കവിതയൊന്നുമില്ലല്ലോ. എപ്പോഴും മരണവും ഇരുട്ടും, പിന്നെ സാമൂഹിക പ്രശ്നങ്ങളും, പിന്നെ സ്ത്രീകൾക്ക് മേൽ അടിച്ചമർത്തലും മാത്രമല്ലല്ലോ. അതൊക്കെ എന്തുകൊണ്ടാ? കുറച്ച് നല്ല സൗഹൃദവും പിന്നെ കുടുംബവും പിന്നെ പ്രണയം, അങ്ങനത്തെ ചിരിക്കാനും ആളെ ചിരിപ്പിക്കാനും വല്ല കവിതയൊക്കെ എഴുതിക്കൂടെ ഇനിയും? അതായത് താങ്കളുടെ ജീവിതത്തിൽ ഇത് മാത്രമാണോ? ഇത് മാത്രമല്ലെന്നറിയാം, എന്നാലും കൂടുതലും
താങ്കളുടെ പേന ഇങ്ങനെ ഇത് മാത്രം എഴുതാനാണോ താങ്കളെ ആകർഷിക്കുന്നത്? പ്രണയം ഒരിക്കലും ചിരിക്കാനുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിരിക്കാ അതെന്താ? അച്ചമ്മയ്ക്കും മാമനുമാണ് ഈ സമാഹാരം സമർപ്പിച്ചിട്ടുള്ളത്, അതെന്താണ്? ഏം, മാമന് സമർപ്പിക്കാനുണ്ടായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അച്ഛനെ പോലെ തന്നെ എൻ്റെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാമനാണ്. മാമൻ ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപോയി. അങ്ങനെയാണ് ഞാൻ മാമന് സമർപ്പിച്ചിട്ടുള്ളത്. അച്ഛമ്മ ഇതേപോലെ തന്നെ, ഒരു വർഷമായിട്ടുള്ളൂ അച്ഛമ്മ മരിച്ചിട്ട്. അപ്പോൾ രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് സമർപ്പിക്കാൻ. പുസ്തക പ്രകാശ ചടങ്ങ് നമ്മളെ സ്കൂളിൽ വെച്ചല്ലേ നടന്നിരുന്നു? അന്നത്തെ ദിവസത്തെ അനുഭവം ഒന്ന് പറയൂ. വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം 17-ാം വയസ്സിലൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുക, അതും കൂടാണ്ട് അതും പഠിക്കുന്ന സ്കൂളിൽ വെച്ചിട്ട് തന്നെ പ്രകാശനം നടത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഭയങ്കര നെർവസ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കാരണം ഒട്ടും നടക്കുമെന്ന് വിചാരിക്കാത്തൊരു സംഭവമാണ് നടന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. എൻ്റെ എക്സാമിന് പോലും ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ഒത്തിരി ഇമോഷൻസ് കടന്നുപോയ ഒരു ദിവസം കൂടെയാണെന്ന്. കുറെ കാലമല്ലേ എഴുതാൻ തുടങ്ങിയിട്ട്, അതെന്താ ഇത്ര ലേറ്റ് ആയത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഒരു മടിച്ചിയാണ്. എന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരാൾ പുറകുന്ന് പുഷ് ചെയ്യണം. അതില്ലാത്തൊരു കാര്യം എഴുത്താണ്. എഴുതാൻ എന്നോട് ആരും അങ്ങനെ പറയൊന്നും വേണ്ട. അപ്പൊ എന്നോട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറയുണ്ടായിരുന്നു, ബുക്ക് ഇറക്കാം, എന്തായാലും ഇത്ര ആയില്ലേ, കുറെ ആയില്ലേ എഴുതാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ നല്ല കവിതകൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷീന മിസ് പറയണത്, കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാവണ്ട എന്നുള്ള രീതിക്ക് ആവണ്ട, നമുക്കിപ്പൊ തന്നെ അങ്ങ് ഇറക്കി കളയാം, ഇനി സമയമില്ല, +2 എത്തിയില്ലേ എന്നുള്ള ഇതിൽ മിസ് ഭയങ്കരമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ കാര്യം ചെയ്തത്. പുസ്തകായനയ്ക്ക് ശേഷം ഒരു കവിത എഴുതിയത് കണ്ടു. അവയുടെ ചിത്രങ്ങളിലേറെ പ്രിയം ഏതാണ്? കാമനകളും വേദനകളുടെയും വിദ്യാലയത്തിൽ എന്നുള്ള പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ ഓർമ്മയുടെ തിരിച്ചുറപ്പ് എന്ന് പറഞ്ഞ കവിത എഴുതുന്നത്. എനിക്ക് അവരുടെ ജീവിതകഥ കേട്ടതോടെയാണ് ഞാൻ അവരുടെ ആരാധികയായി മാറിയത്. അവർക്കുണ്ടായ വേദനയെ അവരവരുടെ കലയിലൂടെയാണ് മാറ്റിയത്. ചിത്രങ്ങൾ വരച്ചിട്ടാണ് അവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. അതിനുശേഷം ആ വേദനകളെ മറക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഉറപ്പായിട്ടും സെൽഫ് പോർട്രേറ്റുകൾ തന്നെയാണ്. കുഴപ്പമില്ല. ഇതുവരെ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. എന്തായാലും ഈ ഒരു ഐഡിയ തന്നില്ലേ, ഇത് നോക്കാൻ. എന്റെ കൂടുതലും പദ്യ കവിതകളല്ല, ഗദ്യ കവിതകൾ. അപ്പോ ഞാൻ അതുവരെ അങ്ങനെ ട്യൂണൊന്നും ഇട്ടോക്കിയില്ല. നമുക്ക് നോക്കാം. 6ാം ക്ലാസ് മുതലാണ് കവിത എഴുതാൻ തുടങ്ങിയത്. അതിലേതെങ്കിലും മാറ്റയോ അത് വേണ്ട, ആ വരി എത്രയും നന്നായിട്ടില്ല, ഇത് മാറ്റി എഴുതണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ പ്രായത്തിൽ എഴുതിയതാണ്. അപ്പോൾ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഭാവനകളായിരിക്കും ആ കവിതയിൽ ഉണ്ടാവുക. അപ്പൊ ഞാൻ 6ാം വയസ്സിൽ എഴുതിയ കവിതയിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ കുറച്ചധികം ടൈം എടുത്ത് എഴുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ വരും. അത് എഴുതുമ്പോൾ ഉള്ളതാണ്. അല്ലാതെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് മാറ്റം വരുത്തിയാലോ എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. എനിക്കിതില് കടലമ്മ എന്ന് പറഞ്ഞ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛമ്മയും ഞാനുമായിട്ട് അങ്ങനെ ഭയങ്കര സ്വീറ്റ് ടോക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അച്ഛമ്മ എപ്പോഴും അടി ഉണ്ടാക്കാനാണ് സംസാരിക്കുന്നത്. അച്ഛമ്മയ്ക്ക് ഒരു 90 വയസ്സുള്ള ടൈമിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ ഭയങ്കര ആരോഗ്യവതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും അടി ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അച്ഛൻ പറയുക, അച്ഛൻ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞാൻ പറയും. അപ്പോൾ അത്രയും കാലം അടി ഉണ്ടാക്കി നടന്നുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഇല്ല എന്നറിയുമ്പോഴുള്ള വിഷമത്തിലാണ് ഞാനതൊക്കെ ഇരിപ്പിന് എഴുതിയ കവിതയാണ്. അച്ഛമ്മ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കവിത എഴുതുന്നത്.
ഇത് താങ്കൾ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? അതായത് പഴയകാല കവിതകളിൽ ശൈലിയും പ്രയോഗങ്ങളും പുതിയ കാലത്തേക്ക് വരുമ്പോൾ കവികൾ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളും ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നത്, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും അർത്ഥങ്ങളും വേഗം ഒരു മനുഷ്യന് മനസ്സിലാക്കുന്നതാണ്? ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ ശൈലിയും ഭാഷയൊക്കെ മാറും. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളല്ല ഇപ്പോഴത്തെ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു സീൻ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ എന്തായാലും നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഭയങ്കര കുഴപ്പമായി പ്രശ്നമായി എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന് ഇപ്പോൾ ഭയങ്കര സീനായി എന്ന് പറയുന്ന കാലമാണ് നമ്മൾ. കാലത്തിനനുസരിച്ച് ഉറപ്പായിട്ടും ഭാഷയും ശൈലിയൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതന്നെയായിരിക്കും. കാരണം അന്നത്തെ കാലത്ത് എഴുതിയിരിക്കുന്നത് ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട കവിതകൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഭയങ്കരമായിട്ട് കവിത വായിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് കഥകളും നോവലുകളാണ്. ഞാൻ പുതിയ കവിതകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷീജാവക്കം, ദുർഗാദാസ്, പിന്നെ അതുപോലെ തന്നെ ആദി തുടങ്ങിയ കവികളെയാണ്. പണ്ടത്തെ ആണെങ്കിലും അയ്യപ്പ പണിക്കർ, എല്ലാവരും വായിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിച്ചത്? എങ്ങനെ ഈ കവിതകളിലേക്ക് വരാൻ അത് സഹായിച്ചത്? കവിതാ ക്യാമ്പുകൾ എൻ്റെ കവിതേനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കുഞ്ഞു കവിതകളൊക്കെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കറിയണ്ടായിരുന്നില്ല എന്താണ് കവിത ശരിക്കും, എങ്ങനെ കവിത എഴുതാനൊരു മാനദണ്ഡമുണ്ടോ എന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. എന്നോട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സാഹിത്യ ക്യാമ്പുണ്ട്, പൂവുണ്ടോ, രസമാവും. കാരണം അതിങ്ങനെ 2 ദിവസം നടക്കുന്ന ക്യാമ്പാണ്. അപ്പോൾ അവിടെ പോയി നിൽക്കണം. ഞാനങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ മാറി നിൽക്കാത്ത ഒരാളാണ്. അപ്പോൾ ഉറപ്പായിട്ടൊരു പുതിയ അനുഭവമായിരിക്കും. അങ്ങനെയാണ് ക്യാമ്പിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത്. തളിര് മാസികയുടെ ക്യാമ്പാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും എഴുത്തുകാരായിട്ടുള്ള കുഞ്ഞു കുട്ടികളുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഒത്തിരി എഴുത്തിനോട് താല്പര്യമുള്ള കുറേ പേരുണ്ട്. അങ്ങനെ ഞാൻ വായിച്ചതിനെക്കാട്ടി ഒത്തിരി പുസ്തകങ്ങൾ വായിച്ച പിള്ളേരായിരുന്നു അവിടെ. ഉറപ്പായിട്ട് എനിക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ വായിക്കുന്ന ഒരാളല്ലായിരുന്നു വന്നത്. അങ്ങനെ എന്താണ് കഥ, എന്താണ് കവിത എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ എഴുതുന്നത് വെച്ച കഥ പോലെയായിരുന്നു ഞാൻ കവിത എഴുതിക്കൊണ്ടിരുന്നത്, വലിച്ചു നീക്കിയിട്ട്. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും ചുരുക്കി കുറുക്കി എടുക്കുന്നത് എന്താണോ അതാണ് കവിത എന്ന് മനസ്സിലായി. അതിനുശേഷം യുവിക്കയുടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ യുവിക്കയുടെ പത്രാധിപ സമിതി അംഗമായിട്ട് തിരഞ്ഞെടുത്തു. ക്യാമ്പിലൂടെ തന്നെയായിരുന്നു അത് നടന്നത്. അങ്ങനെ 14 ജില്ലകളിൽ നിന്ന് 14 കുട്ടികൾ ഒരു യുറീക്ക മാസിക ഉണ്ടാക്കി കുട്ടികളുടെ. അപ്പോൾ ക്യാമ്പുകൾ ഉറപ്പായിട്ടും എൻ്റെ എഴുത്തിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ക്യാമ്പ് ഞാൻ ഉറപ്പായിട്ട് പറയും യുറീക്കയുടെ തന്നെയാണ്. കാരണം പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒന്ന് പരിഷത്തിൻ്റെ ഓഫീസിൽ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും, അങ്ങനെ സ്ഥലങ്ങൾ മാറി ആയിട്ടായിരിക്കും നടക്കുക. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കുകയും അതായത് പുറത്താണെങ്കിൽ ഇപ്പോൾ ഒരു പാടവരമ്പത്താണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഒരു കിളിയുടെ സൗണ്ട്, നമ്മൾ പുറത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു മാഷ് വന്നിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരു ബോർഡിൽ സാർ എഴുതുന്നത് പോലെ ആയിരിക്കില്ല പുറത്തൊരു പാടവരമ്പത്ത് ഇരുന്നിട്ട് ഒരു സാറ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ സർഗാത്മകത കൂടുതൽ വളരെയായിരിക്കും. അപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമ്പുകൾ എൻ്റെ എഴുത്തിന് വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ക്യാമ്പുകൾ ഉറപ്പായിട്ടുണ്ടായിട്ടുണ്ട്. കുറേ കൂട്ടുകാരുണ്ടായിട്ടുണ്ട് പല ജില്ലകളിൽ നിന്നായിട്ട്. അത് യുറീക്കയുടെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. അവരുടെ എഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും എഴുതാമല്ലോ, ഇങ്ങനെയും ഈ വിഷയത്തെക്കുറിച്ച് എഴുതാമല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഉറപ്പായിട്ടും അതിൽ പ്രധാനമായിട്ടുള്ള ഒരാളാണ് നാരായണ മാഷ്, വിനോദൻ മാഷ്. ഇവര് ഞാൻ ആദ്യം ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അച്ഛനെയും അമ്മേനെയും കഴിഞ്ഞാൽ ആദ്യം കാണിച്ചു കൊടുത്തിട്ട് നാരായണ മാഷിനെയും വിനോദൻ മാഷിനെയും. അപ്പോൾ അവർ പറഞ്ഞത് ഈ കവിതയിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാവും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ. അങ്ങനെ എന്നെ മാഷുമാരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഥയിൽ നിന്ന് കവിതയിലേക്കുള്ള പരിവർത്തനം
ആദ്യത്തെ കവിത കവിതയായിരുന്നു. ആദ്യം കഥയായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് കവിതയിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ഷമയാണ്. എനിക്ക് ഒട്ടും ക്ഷമ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എന്നെ എന്തെങ്കിലും അവിടെ ഇരുത്തണമെങ്കിൽ പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഫാക്ടർ അവിടെ വേണം. കഥ എഴുതുമ്പോൾ ഞാൻ കുറേ നേരം ഇരിക്കണം. അപ്പോൾ അതെനിക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊരു പകുതി കുഞ്ഞു കഥയൊക്കെ ആണെങ്കിൽ അച്ഛൻ പറയും അത് കുറച്ചും കൂടെ എഴുതിക്കും, എന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നൊക്കെ പറയാം അച്ഛൻ. അപ്പോൾ അതെനിക്ക് ഒട്ടും പറ്റില്ല. കുറേ നേരം ഇരിക്കുക ഒരു സ്ഥലത്തിൻ്റെ മുകളിൽ എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യം. അങ്ങനെ കവിത എഴുതാം, കവിത കുറച്ചുകൂടെ ഈസി ആണല്ലോ, ഒരു 4 വരിയൊക്കെ എഴുതിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് കവിത എഴുതാൻ തുടങ്ങി. പിന്നെയാണ് മനസ്സിലായത് കഥ എഴുതുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് കവിത എഴുതുന്നതെന്ന്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വികാരങ്ങൾ പറയാൻ പറ്റിയിട്ടുള്ളത് കവിതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കവിതയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് കഥ എഴുതാനും വളരെ ഇഷ്ടമാണ്. ഈ അടുത്ത് കഥ ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ ഒരു 2 വർഷം മുന്നേ എഴുതി നിർത്തിയതാണ്. പിന്നെ കഥയിലേക്ക് ഞാൻ അങ്ങനെ തിരിച്ചു പോയിട്ടില്ല. പക്ഷെ എഴുതണം എന്നുണ്ട് എനിക്ക് കഥ. സർപ്രൈസ്. നോവലാവാം, കഥയാവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ് നോവലും